പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മിടുക്ക് തന്നെയാണോ. പോരേൻ്റെ ആധാരം പണയം വെച്ച് സൊസൈറ്റിയിൽ നിന്ന് 2 ലക്ഷം ഉറുപ്പ്യ കടമെടുത്തിട്ടാ സോറിൻ്റെ കല്യാണം നടത്തി. അതിൻ്റെ അടവ് തന്നെ വേണം മാസം 3500 ഉറുപ്പ്യ. ഞാനും പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടിലാടോ കയറ്റി. ട്രാവൽസിൽ പാസ്പോർട്ടും കുറച്ച് പൈസയും കൊടുത്തു. ബാക്കി പൈസ ശരിയാക്കണം. അസർ ബാങ്കും കൊടുത്തു. സമയം പോണൊരു പോക്കേ. വാ നമുക്ക് നിസ്കരിച്ചിട്ട് വരാം. അല്ലാ, ജോൺസൺ അവിടെ അല്ല, ആരേത്? അബ്ബയ്ക്കോ? എന്താ ഈ വഴിക്ക്? എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു അത്യാവശ്യമില്ല, നിങ്ങൾ വാ. ഉസ്താദ് മരിച്ചതിൽ പിന്നെ ഒരിടത്ത് ഇരിപ്പുറക്കണില്ല. എന്നും കാലത്ത് ഉസ്താദിൻ്റെ കവറിൽ 2 ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് എങ്ങോട്ടും പോകാറുള്ളൂ. നിങ്ങൾ ഇരിക്കാൻ ബുക്കാം. നിങ്ങൾ വന്ന കാര്യം പറ. എനിക്ക് ഐസൂനും ഇക്കൊല്ല ഹജ്ജിന് പോകണമെന്നുണ്ട്. കർത്താവേ, നന്നായി. ഞാനിപ്പോൾ അബുക്കാക്ക് എന്താ ചെയ്തു തരണ്ടേ? പണമൊക്കെ ശരിയായോ? ഇല്ല, അതിനുള്ള ഓട്ടപ്പാച്ചില്ല. ഞങ്ങളെ വീട്ടുമുറ്റത്തൊരു വരിക്കപ്ലാവുണ്ട്. അറിയാലോ, ഒരു 2-3 കൊല്ലം മുൻപ് ഞാൻ ആ പ്ലാവ് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇപ്പം കൊടുക്കുന്നില്ല, അതൊരു ആവശ്യത്തിന് നിർത്തിയേക്കാണെന്നാ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത്. ആ ആവശ്യം ഇപ്പോൾ വന്നിരിക്കുക. നിങ്ങൾ ആ മരം ഒന്ന് നോക്കി പരമാവധി വില തരണം. ആ പ്ലാവിൻ്റെ മുന്നിലൂടെ രാവിലെയും വൈകിട്ടും നടന്നു പോണ എനിക്ക് ആ മരം പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കച്ചവടമായിട്ട് കാണുന്നുമില്ല. ഞാനൊരു 60,000 ഉറുപ്പ്യ തരാം. എന്താ, സമ്മതാണോ? ഇതൊരു 10,000 രൂപയുണ്ട്. ബാക്കി പണം എന്താ വേണ്ടത്? ഒരു 10 ദിവസത്തിനുള്ളിൽ അബുക്ക കാര്യങ്ങളെല്ലാം നീക്കിക്കൊള്ളൂ. ബാക്കി പണം ആ സമയത്ത് കിട്ടിയിരിക്കും. ശരി. പിലാവ് ജോൺസന് വിറ്റു 60,000 ഉറുപ്പ്യക്ക്. 10,000 ഉറുപ്പ്യ അഡ്വാൻസും തന്നു. മനുഷ്യന്മാർ ആരൊക്കെയാ എപ്പോഴൊക്കെയാ ഉപകാരപ്പെടുന്നു പറയാൻ പറ്റില്ല. ഇത്രയും പണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇത് അകത്ത് കൊണ്ടുവെക്ക്. ഇനിയൊരു 40,000 ഉറുപ്പ്യ കൂടി കിട്ടിയാ ട്രാവൽസിലെ പൈസ കൊടുക്കുക. കുറച്ച് ചില്ലറ കയ്യിലും വേണ്ടേ? തിരിച്ചു വരുമ്പോ ആൽക്കാർക്ക് കൊടുക്കാൻ കുറച്ച് കാരക്കെങ്കിലും വാങ്ങിക്കണ്ടേ?